ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും ഈ രാവിലെ സമയത്ത് സ്നേഹത്തോടെയുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ഈ രാവിലെ സമയത്ത് എഴുന്നേറ്റ് വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിരാവിലെ ദൈവമുമ്പാകെ ഇരിക്കുന്നത് ഒരു വലിയ സന്തോഷകരമായ അനുഭവമാണ്. രാവിലെ ഈ സന്ദേശം കേട്ട് നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുവാനിടയാകട്ടെ. എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ രാവിലെ ഈ സന്ദേശം കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിയാവുള്ളൂ. മാക്സിമം ഒരു 10 മിനിറ്റാണ് ഈ സന്ദേശം നമ്മൾ നൽകപ്പെടുന്നത്. ജീവിതത്തിൻ്റെ വേദനകരമായ ഒരുപാട് വിഷയങ്ങൾ അനേകരെ ഭരിക്കുന്നുണ്ട്. നാളുകളായി ശാരീരികമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേക ജീവിതങ്ങളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ചിലരെ കിടക്കയിൽ കിടക്കുന്നു, ചിലരെ ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുന്നു, ചിലരെ കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ട് ആയിരിക്കുന്നു, ചിലർ ക്യാൻസർ രോഗത്താൽ മാനസികമായി തകർന്നിരിക്കുന്നു. അങ്ങനെ നാളുകളായിട്ടുള്ള ചികിത്സകൾ നടത്തുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. എല്ലാം വേദനയുടെ അനുഭവം തന്നെയാണ്. ഒരാൾ മേലാതെ വീട്ടിൽ കിടന്നാൽ ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെ ആ മേലാഴിയെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലേ? ഇട്ടേച്ച് പോകാവോ, എടുത്തുകൊണ്ട് പോകാവോ, അവർക്ക് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പലപ്പോഴും നേരിടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില വീട്ടിലൊക്കെ കിടക്കയിൽ കിടക്കുന്ന രോഗിയുടെ അടുക്കൽ നമ്മൾ ചെന്നാൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. കാരണം വളരെ ദുർഗന്ധമായിരിക്കും. നോക്കാൻ ആളില്ല. ഇനി ഉണ്ടേ തന്നെ നോക്കുകയില്ല. മലവും മൂത്രമൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അത് ത്യാഗമുള്ളവർക്കേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള സമർപ്പണമുള്ളവർക്കേ എന്ത് ചെയ്യാൻ പറ്റൂ? മലവും മൂത്രമൊക്കെ എടുത്ത് മാറ്റി അവരുടെ ഡ്രസ്സെല്ലാം മാറി അവരെ കുളിപ്പിച്ച് ആ മുറിയെല്ലാം വൃത്തിയാക്കി അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെങ്കിൽ അതിന് ദൈവം പ്രത്യേകം കൃപയും അതിനുള്ള കഴിവും കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതെല്ലാവരെ കൊണ്ടൊന്നും പറ്റുകയില്ല. ഞാൻ പല വീടുകളിലും പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ശ്വാസം വിടണ്ടേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്ര വർഷങ്ങൾ പഴക്കം ചെന്ന രോഗമാണെങ്കിലും, ഞാൻ ഒന്നുകൂടെ പറയാം, എത്ര വർഷ പഴക്കങ്ങൾ ചെന്ന രോഗമാണെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. സ്തോത്രം. കർത്താവിന് വിടുവിപ്പാൻ കഴിയും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദീർഘവർഷങ്ങളായി ഏതെങ്കിലും രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടെ കിടക്കുന്നെങ്കിൽ ഈ സന്ദേശം അവരുടെ അടുക്കൽ എത്തിക്കണം. അവരുടെ അകത്തെ ആ പ്രത്യാശ ഉളവാകുവാനും വിശ്വാസം അവർ വർദ്ധിക്കുവാനും ഒക്കെ ഈ സന്ദേശം ഉതകട്ടെ. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് രോഗിയായി കിടന്ന ഏകദേശം 33.5 വയസ്സ് കർത്താവിനുണ്ടെങ്കിൽ 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നൊരു മനുഷ്യൻ, ബെഥസ്ത കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സൗഖ്യം പ്രതീക്ഷിച്ച് കുളക്കരയിൽ കിടക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമായതുകൊണ്ട് ഞാൻ അതിനെ ദീർഘമായിട്ട് വിശകലനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ധാരാളം രോഗികൾ കിടപ്പുണ്ട്. വ്യാധിക്കാരുണ്ട്, കുരുടരുണ്ട്, മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്. ഒന്നൊന്നിനോട് ചേരുന്ന രീതിയിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യാധികൾ എന്ന് പറയുന്നത് പലവിധമായ പകർച്ചവ്യാധികൾ പിടിക്കപ്പെട്ടവർ, എഴുന്നേക്കാൻ വയ്യാത്ത നിലയിൽ കിടക്കുക. രണ്ടാമത്തെ കുരുടരാണ്, അവർക്ക് കണ്ണ് കാണാൻ വയ്യ. കണ്ണ് കാണാൻ മേലെന്നുള്ളതാണ് അവരുടെ രോഗം. അതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ പലരും മരുന്ന് കഴിക്കാത്ത പലരും ഉണ്ട്.
പക്ഷെ കണ്ണാടി വെക്കും. കണ്ണാടി വെക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാനല്ല. കണ്ണാടി വെച്ചിട്ട് രോഗശാന്തിയെ എതിർക്കുന്ന, അല്ലെങ്കിൽ രോഗത്തിന് മരുന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു സഹോദരിയോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഈ കണ്ണാടി ഒന്ന് എടുത്ത് മാറ്റാമോ? കണ്ണ് കാണിയലാഞ്ഞിട്ടാണല്ലോ ഈ കണ്ണാടി വെച്ചേക്കുന്നത്. അത് പറ്റത്തില്ല. അപ്പോൾ എന്താ, നിങ്ങളുടെ കണ്ണിന് എന്നാ കാഴ്ച ലഭിക്കത്തില്ലേ? അപ്പോൾ രോഗശാന്തി വിശ്വസിക്കുന്നവർ കണ്ണാടി പോലും വെക്കാനായിട്ട് ചെയ്തില്ല. ഞാൻ ഈ വെച്ചേക്കുന്ന കണ്ണാടി വെള്ളെഴുത്തിൻ്റെ കണ്ണാടിയാണ്. അത് പറഞ്ഞാലും കുഴപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചില രോഗശാന്തിയെ എതിർക്കും, ചില രോഗശാന്തിയിൽ വിശ്വസിക്കും. രോഗശാന്തിയെ അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾ പലരും ഇന്ന് നമ്മുടെ വിശ്വാസ മേഖലയിലുണ്ട്. രോഗശാന്തി എതിർക്കുന്നവരുമുണ്ട്. നോക്കിക്കേ, ഈ കുരുടർ മറ്റൊരു കൂട്ടരാണ്. പിന്നെ മുടന്തരെന്ന് പറയുന്നത് വേണ്ട രീതിയിൽ അവർക്ക് നടക്കാൻ കഴിയില്ല, സ്വന്തമായി അവർക്ക് നടക്കാൻ കഴിയാത്ത ആളുകൾ മുടന്തർ. ക്ഷയരോഗികൾ, ശരീരം മൊത്തം ക്ഷീണിച്ച് ബലഹീനപ്പെട്ട് ആരോഗ്യം ഇല്ലാതായി മാറുന്ന, ശരീരമെല്ലാം മാംസമെല്ലാം അസ്ഥിയോട് ഒട്ടുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിനൊക്കെ ഇന്ന് മരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണ് ഈ വെള്ളത്തിൻ്റെ ഇളക്കം കാത്ത് ദൂതൻ വന്ന് കുളം കലക്കാൻ വേണ്ടി കാത്തു കിടക്കുന്ന ആളുകളാണ്. പക്ഷെ അവിടെ ഇതിലേത് കാറ്റഗറിയിൽപ്പെട്ടയാളാണെന്ന് അറിയത്തില്ല. 38 വർഷമായി കിടക്കുന്ന മനുഷ്യൻ, അവൻ സീനിയോറിറ്റിയുള്ള ആളാണ്. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അവന് അറിയാം. അങ്ങനെ കടന്ന് 38 വർഷമായിട്ട് സ്ഥിരമായിട്ട് അങ്ങനെ കടന്നതുകൊണ്ട് ഇനി അവിടുന്ന് പോകാനേ താല്പര്യമില്ല. കാരണം വേറെ ഉറച്ചു പോയി. വരുന്നവരൊക്കെ ഈ ദേവാലയത്തിൽ പോകുന്നവരൊക്കെ വിഷ കൊടുക്കുകയും ആഹാരം വേണ്ട പോലെ കിട്ടുകയും പണം കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് പോകാനായിട്ട് ഒരു മനസ്സില്ല. അങ്ങനെ ഇരിക്കുകയാണ് യേശു അവിടേക്ക് കടന്നു ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യം ആകെ മനസ്സുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൗഖ്യമാകാനാണല്ലോ കിടക്കുന്നത്. പക്ഷെ ഇത്രയും വർഷമായതുകൊണ്ട് അവൻ്റെ അകത്തെ എന്താ പറയുന്നത്, അകത്തെ ആഗ്രഹമുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മനസ്സുകൊണ്ടുള്ള താല്പര്യം കർത്താവ് ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് വാസ്തവത്തിൽ കർത്താവിന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇനി ഇവിടുന്ന് പോകാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ കിടന്നാൽ മതിയോ? എന്നെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പോകണ്ട. ഇത്രയും വർഷമായില്ലേ, അതിനുള്ള ഒരു ശ്രമമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. യവൻ്റെ മറുപടി, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇത് ഒരുപാട് ആളുകൾ പറയാനുള്ള ഒരു പദ, എന്നെ സഹായിക്കാൻ ആളില്ല. ഇന്ന് രാവിലെ സമയത്ത് ഞാൻ പറയാം, നിന്നെ സഹായിപ്പാൻ, നിന്നെ നടത്തുവാൻ, നിന്നെ കരുതുവാൻ, നിന്റെ ആവശ്യങ്ങൾ ഇറങ്ങി വരുവാൻ സർവശക്തനായ കർത്താവ് നിനക്കൊണ്ടെന്ന് നീ വിശ്വസിക്കേ. സ്തോത്രം. ഞാൻ ഉറപ്പ് പറയും, കഴിഞ്ഞ 33 വർഷമായി എൻ്റെ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലരും മാറ്റി നിർത്തിയ സ്ഥാനത്ത്, തള്ളിക്കളഞ്ഞ സ്ഥാനത്തു, ആമേൻ, ഉപേക്ഷിച്ച് കളഞ്ഞ സ്ഥാനത്ത് ദൈവം ആമേൻ തൻ്റെ പുത്രനെ നൽകി നമ്മളെ ചേർത്ത് നിർത്തുവാനിടയായി. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എത്ര വർഷം പഴക്കം ചെന്നതുമായിക്കൊള്ളട്ടെ, അത്ഭുതകരമായ അതിശയകരമായ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ആമീൻ, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആമീൻ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, രോഗികളായി നാളുകളായി കിടക്കയിൽ കിടക്കുന്നവർ, വിവിധ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർ, കർത്താവെ അവരെ സൗഖ്യമാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമീൻ. അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകുന്നത് കൊണ്ട് സ്തോത്രം. തിരുനാമം മൗഢമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ പിന്നെ ചാനൽ ഫോളോ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. കാരണം
മറ്റുള്ളവർക്ക് ഇത് അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ ഷെയറിങ് ആവശ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു എല്ലാവരും. ആമേൻ. ഈ പ്രഭാതം ഈ ദിവസം അനുഗ്രഹമായി തീരട്ടെ.